10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഹെൽത്തി സ്വീറ്റ്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം 1 കപ്പ് പൊരി, 1/4 കപ്പ് ബദാം, 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, 1 കപ്പ് കോൺഫ്ലെക്സ്, 1/2 കപ്പ് ശർക്കര, 1/4 കപ്പ് സൺഫ്ലവർ സീഡ്സ്, 1/4 കപ്പ് വെളുത്ത എള്ള് എന്നിവ എടുക്കുക. എന്നിട്ട് കോൺഫ്ലെക്സും ബദാമും പൊടിക്കുക. എന്നിട്ട് പൊരി, എള്ള്, സൺഫ്ലവർ സീഡ്സ്, ശർക്കര, ഏലക്കാപ്പൊടി പൊടിക്കുക. ഒരു പാത്രത്തിലിട്ടിട്ട് 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് തിളപ്പിച്ചാറ്റിയ പാൽ ആവശ്യത്തിനൊഴിച്ച് കുഴച്ചെടുക്കുക. കട്ടിക്ക് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, അത് കുറച്ചിട്ടിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി ഉരുള ഉരുട്ടി ചെറിയ ചെറിയ ബോൾസാക്കി അതിൽ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ മുഴുവനും അങ്ങനെ ചെയ്യുക. ഇനി അടുത്ത സ്വീറ്റ്. അതിനാദ്യം പൊട്ടുകടല, 1/2 കപ്പ് പൊട്ടുകടല, 1/2 കപ്പ് പഞ്ചസാര. ഇത് പഞ്ചസാര ചേർത്തുണ്ടാക്കുന്നത്. ആദ്യത്തേത് ശർക്കര ചേർത്തുണ്ടാക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര, ഏലക്കാപ്പൊടി ചേർത്ത് പൊടിക്കുക. ഇനി അതൊരു പാത്രത്തിലിട്ടിട്ട് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുക. ഇനി അടുത്തത് 1 കപ്പ് അവൽ, 1 കപ്പ് കപ്പലണ്ടി ചേർത്ത് പൊടിക്കുക. എന്നിട്ട് അതും ഇടുക. ഇത് പാലാണ്, തിളപ്പിച്ചാറ്റിയ പാലാണ്. ഇനി നെയ്യ്, 1 സ്പൂൺ നെയ്യിട്ട് പൊടിച്ച മിക്സ് ഒന്ന് കുഴയ്ക്കുക. ഒരു ചപ്പാത്തി പരുവത്തിലേക്ക് കുഴച്ചെടുക്കും. ഇനി പാല്, അതിൽ ആവശ്യത്തിന് പാലും കൂടെ ചേർക്കും. പാല്, തിളപ്പിച്ചാറ്റിയ പാലൊഴിച്ച് ബാക്കി കുഴച്ച് മിക്സ് ചെയ്യുക. ഈ പരുവമായിരിക്കും. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് എടുക്കുന്നത്. നട്സ് വയ്ക്കണമെങ്കിൽ നട്സ് വയ്ക്കാം. നമുക്ക് ഏതാണ് ഇഷ്ടമുള്ളത് അത് വയ്ക്കും. നെയ്യ് തടവിയ പാത്രത്തിൽ ഇത് നിരത്തി വയ്ക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ചോക്ലേറ്റ് ചിപ്സാണ് ഇടുന്നത്. അതിൻ്റെ മധ്യത്തിൽ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് അലങ്കരിക്കുക. കുട്ടികൾക്ക് നല്ല ഹെൽത്തിയുമാണ്, കഴിക്കാൻ നല്ല സ്വീറ്റുമാണ്. എന്തുകൊണ്ടും നല്ല ഒരു ഹെൽത്തി, 2 സ്വീറ്റ്സ് നല്ല ഹെൽത്തിയാണ്.